വരുന്ന വഴിയെല്ലാം ഫുൾ ആനപ്പിണ്ടോ അതുപോലത്തെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ആ ഒരു ടെൻഷൻ കാണാമല്ലോ ഞങ്ങൾ മാത്രം. അപ്പൊ നമ്മളിവിടെ കയറുന്നതിന് മുമ്പ് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് പോകാൻ തോന്നത്തില്ല. മണി ഇപ്പൊ രാവിലെ 3:36 നമ്മുടെ ഇപ്പോഴത്തെ മൈലേജ് കാണിക്കുന്നത് 15.1 km/L ആണ്. ഈ വീഡിയോയിൽ നമുക്ക് പറ്റുന്ന മാക്സിമം നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മേഘമലയിൽ എന്തൊക്കെ കാണാമെന്നൊക്കെ ഉള്ളതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാരും വയോ. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന നമ്മുടെ മേഘമലയിലാണ്. കേറി നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ വൈവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇത് എവിടെ സ്ഥലം എന്നറിയാം? ഇത് നമ്മുടെ ഒരു 18 ഹെയർ പിൻ ഉണ്ട്. നമ്മുടെ മേഘമലയിലോട്ട് കയറുമ്പോൾ നമ്മളെ 18 ഹെയർ പിനും കയറി നമ്മൾ ഏറ്റവും മേളിൽ നിൽക്കുന്ന ഒരു 18 ഹെയർ പിനും കഴിഞ്ഞു. ഇനി നമ്മൾ മേഘമലയിലോട്ട് പോവാണ്. 5 മണിക്ക് മുന്നേ തിരിച്ചു പോകണം. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഈ മേഘമല മൊത്തം ഒന്ന് ചുറ്റി അടിച്ചു പൊളിച്ച് കാണണം. വരുന്ന വഴിയെല്ലാം നമ്മള് ഫുൾ ആനപ്പിണ്ടോ അതുപോലത്തെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പൊളി വൈബ്. പിന്നെ ഇതുവഴി പോകുമ്പോൾ നമുക്ക് കുറെ അനിമൽസിനെ കാണാന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പുലി അങ്ങനത്തെ കുറെ അനിമൽസിനെയൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണാം. പൊളി വഴി കൂടെ നമ്മൾ ഈ വഴി നേരത്തെ വന്നിട്ടുണ്ട്. ഇത് കമ്പം തേനി റൂട്ടാണ്. നമ്മൾ ഇത്തവണത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പൊ നമുക്ക് കുറെ കോടയും അതുപോലത്തെ കുറെ അടിപൊളി കുറെ വിഷ്വൽസ് ഒക്കെ കിട്ടി. പുറകിൽ കാണുന്ന നല്ല അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഒരു മലയും പിന്നെ കുറെ പാടശേഖരങ്ങളും. ഇപ്പൊ ഈ കമ്പം തേനി റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കുറെ ഇതുപോലത്തുള്ള അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഗ്രേപ്പ് ഫാംസ് ഒക്കെ ഉണ്ട്. അവിടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യാം. അതിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കൂ. ഈ സമയത്ത് വന്നുകൊണ്ട് നല്ല അടിപൊളി മഞ്ഞ് കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ, നമ്മുടെ പേര്, എത്ര പേരുണ്ട്, പിന്നെ നമ്മളെ ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ അവരൊരു സീരിയൽ നമ്പർ തരും. ആ സീരിയൽ നമ്പർ തിരിച്ചു വരുമ്പോൾ ആ സീരിയൽ നമ്പർ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. 5 മണിക്ക് മുന്നേ നമ്മൾ തിരിച്ചിറങ്ങണം ഇവിടെ. ഓക്കെ, അപ്പം നമ്മളിതാ ചെക്ക് പോസ്റ്റ് കടന്ന് പോവുകയാണ്. പേയ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. ബെസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കയറി വന്നത് ആ വഴിയാണ്. അവിടെ നോക്കിയാൽ കാണാം കേട്ടോ. മേളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. മലയുടെ താഴെയായിട്ട് ഒരു അമ്പലം, ചുറ്റും എന്താ പറയുക തേയില ഇലകൾ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ആ മേഘമല വില്ലേജിലോട്ട് കയറിയെന്ന് തോന്നുന്നു. നമുക്ക് കാണാം ഇവിടെയൊക്കെ കുറേ വീടുകളും ആൾതാമസമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ക്ലൈമറ്റ് ഒക്കെ കണ്ട സൂപ്പർ. താഴെ വേറൊരു ക്ലൈമറ്റ് ആണ്. മുകളിലോട്ട് വന്നപ്പോൾ ക്ലൈമറ്റ് കംപ്ലീറ്റ് മാറി. നല്ലൊരു തണുപ്പ്. ഇവിടെ കുറെ വീടുകൾ കാണില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഈ ടീ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലം ഇവിടെയാണ്. എവിടെ നോക്കിയാലും വ്യൂ പോയിന്റ് ആണ്. എവിടെ നോക്കിയാലും കണ്ടോ, റോഡ് തന്നെ ഒരു രക്ഷയില്ല. അടിപൊളി. ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ. നോക്ക്, നിങ്ങളുടെ ഒരു എങ്ങോട്ട് തിരിച്ചാലും വൈബാണ്. ഒരു രക്ഷയില്ല. നമുക്ക് ഇനി അടുത്ത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു സാധനം കാണാമല്ലോ. അവിടെ എഴുതിയിട്ടുണ്ട് എന്തോ മഹാരാജ മേട്ടു. അപ്പോൾ അവിടെയാണ് നമ്മളിനി അടുത്ത പോകണം. അതിന് മുമ്പ് നമുക്ക് ഹൈവേസ് ഡാമും കാണാൻ പറ്റും തോന്നുന്നു. ഇവിടെ കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് അല്ലേ? കുറേ സ്ഥലത്ത് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. എക്സാക്ട് സ്ഥലങ്ങളൊന്നും നമുക്കറിയില്ല. കൂടുതലും തമിഴ് സിനിമകളാണ്. അപ്പോൾ എന്താ പൊളിയല്ലേ? നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയാലോ? നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോയാലോ. പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം നമുക്ക് അകത്തുനിന്നൊരു തണുത്തൊരു ഫീലൊക്കെ പോലെ അല്ലേ? നമ്മൾ ശരിക്കും വരുന്നത് ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ വരുന്നത്. അപ്പം അയ്യോ, ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു. ഈ ഒരു ഒറ്റ സ്പോട്ട് കണ്ടാൽ മതി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമാണ്. ഇതേ കാണാമല്ലോ, ഞങ്ങൾ മാത്രം. പിന്നെ അവരുടെ സെലിബ്രേഷനും എല്ലാരും എൻജോയ് ചെയ്യണം. ആനകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കറിയില്ല. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് വന്നാ.
അങ്ങനെ ഞാൻ മേളിൽ കയറിയേക്കാണ് സുഹൃത്തുക്കളെ. അയ്യോ എൻ്റെ ദൈവമേ, അടിപൊളി. ഇവിടെയൊക്കെ കന്നാലികളൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആൾതാമസമൊക്കെ ഉള്ള സ്ഥലങ്ങളാട്ടോ ഇവിടുത്തെ. എനിക്ക് തോന്നുന്നു പണിക്കാരാണ് കൂടുതൽ. ഒരു രക്ഷയില്ല. വെയിലുണ്ട്, പക്ഷേ വെയിൽ അറിയുന്നതേ ഇല്ല. ഞാൻ സൺറൂഫ് തുറന്ന് മേളിലാണ് നിൽക്കുന്നത്. പക്ഷേ തണുപ്പ് കാരണം നമുക്ക് ആ വെയിലിൻ്റെ ഒരു ഫീലേ അറിയാനില്ല. അത്രയ്ക്ക് എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ആശങ്കപ്പെട്ടായിരുന്നു ചിലപ്പോൾ ഇനി വെയിലായിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്. ശരിക്കും ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നതാണ് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുന്ന. സോ അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ടും അതിൻ്റെ എന്താ പറയുക, അവരുടെ ഒരു പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ടൈമിംഗ് ഒക്കെ വന്നിട്ട് ഇവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. 5 മണിക്ക് അപ്പുറത്തോട്ട് അകത്തോട്ട് കയറ്റി വിടുകയോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങണമെങ്കിൽ തന്നെ 5 മണിക്ക് മുന്നേ ഇറങ്ങേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഹൈവേ വീസ് ഡാം. അപ്പം നമ്മൾ ഡാമൊക്കെ കഴിഞ്ഞ് വന്നു. പക്ഷേ മലയാളികളെക്കാളും കൂടുതൽ തമിഴിയൻസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. മലയാളികൾ ഇല്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി തമിഴിലുള്ള ആൾക്കാരാണ് കൂടുതലും ഈ സ്ഥലത്ത് കാണാൻ വരുന്നത്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ലിമിറ്റഡ് ആണ് കേട്ടോ. നമ്മൾക്ക് സാധാരണ സ്ഥലത്ത് വരുന്ന പോലെ ഹോട്ടൽസ് ഒന്നും അധികം കാണത്തില്ല. അവിടെ എന്തോ ഒരു വെള്ള റിസർവ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നിടത്ത് ഇപ്പം ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. നമ്മൾ ഇവിടെ വന്നപ്പോഴും ഇവിടെ ഒരു വാട്ടർ റിസർവയർ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ആ ഡാമിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മഹാരാജ മേട്ടത്. ഇവിടുത്തെ തിരക്കുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഉണ്ടോ, ഇതിൻ്റെ സൈഡിലും ഫുള്ള് വ്യൂ ആണ്. എവിടെ നോക്കിയാലും ഇവിടെ വ്യൂ ആണ്. അവിടെ ഒരു ലേക്ക് പോലത്തെ ഒരു ലേക്ക് ഉണ്ട്. ഇപ്പം സമയം 11 മണിയായി. പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ കാണാനുള്ള 1-2 സ്ഥലത്തിൽ ഒരു ഡാമുണ്ട്. ഒരു ഡാമുണ്ട്. പിന്നെ അതാണ്ട് ഈ പറയുന്ന നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സാധനമുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വീഡിയോസിലൊക്കെ കണ്ടിട്ട് അടിപൊളി സ്ഥലമാണെന്ന് കേട്ടേക്കുന്നത്. പക്ഷെ അതേമാതിരി ആണോ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഒരു 200 മീറ്റർ ഉണ്ടാവും ഇത്. നമുക്ക് ഈ കയറ്റം കയറാനായിട്ട്. ഒത്തിരി സ്റ്റീപ്പൊന്നും അല്ല, ഇറങ്ങി കയറാം. എന്നാൽ ഞാൻ മറ്റേ ഇങ്ങനെ കല്ലായിട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു പാടുണ്ട്. അല്ലെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് വാ. ദേഹം അനങ്ങാതിരുന്ന് പിത്തം പിടിച്ച്. ഓക്കെ, അവിടെ ടിക്കറ്റ് ഉണ്ട്. 30 രൂപീസാണെന്ന് നമ്മളൊരു ഇപ്പോൾ ഇറങ്ങിപ്പോയൊരു ചേട്ടൻ പറഞ്ഞ് നമുക്ക് പോയി ടിക്കറ്റ് ഒക്കെ എടുക്കാം. അപ്പോൾ ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. നമുക്ക് 2 പേർക്ക് കൂടെ 60 രൂപ. അതിന് കുറച്ചുകൂടെ ഗൂഗിൾ പേ ഒന്നുമില്ല. കാശ് കയ്യിലെടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ ഇവിടെ നടക്കില്ല. കാരണം ഇവിടെ നെറ്റ്വർക്ക് ഒന്നുമില്ല. നല്ലതായിട്ട് ശ്വസിക്കുക, നല്ല എയർ അല്ലേ. വരാത്തവരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം. ഒന്നാമത്തെ കാര്യം തിരക്കില്ല, ഒട്ടും തിരക്കില്ല. ഇവിടെ മാത്രം ഉണ്ട് നമുക്ക്. അതെന്ന് പറഞ്ഞാൽ 5-8 വണ്ടികൾ. പക്ഷെ മൂന്നാറിനെ പോലെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. അത് മാത്രമല്ല, മൂന്നാർ എനിക്ക് തോന്നുന്നു പാർക്കിങ്ങിന് സ്ഥലമൊന്നുമില്ല. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മൊത്തം ഫാമിലീസാണ്. പക്ഷെ മലയാളികൾ കുറവാണ് കേട്ടോ. മലയാളി വണ്ടികൾ നമ്മൾ കണ്ടത് കുറവാണ്. വരുന്ന മിക്കതും തമിഴ്നാടും കർണാടക ഒക്കെയാണ്. ഇവിടെ വണ്ടിയുടെയൊക്കെ പാട് കാണുന്നുണ്ട്. മേ ബി ജീപ്പൊക്കെ വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിതിന് മേളിൽ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കാണിച്ചു തരാം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് വ്യൂ. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങ് അറ്റം വരെ വിശാലമായിട്ട് ഇങ്ങനെ വിടർന്ന് നടക്കുകയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു കമ്പം തേനി എല്ലാം കാണാം. ഇതവിടെ കാണാമെന്ന് അറിയില്ല. അവിടെ ഒരു വലിയൊരു സിറ്റി ഉണ്ട്. പിന്നെ അവിടെ വലിയൊരു സിറ്റി ഉണ്ട്. അതേമാതിരി അവിടെ കുറേ ഗ്രൂപ്പ് ഓഫ് സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറേ കാട് പോലെ കുറേ സ്ഥലങ്ങൾ. എനിക്ക് തോന്നുന്നു തമിഴ്നാടിനെ മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ തോന്നുന്നു അല്ലേ. താഴേന്ന് കയറി വന്നപ്പോഴേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ മേളിൽ കയറി വന്നപ്പോൾ എന്തോ ഒരു ജീവൻ കിട്ടിയ പോലെ അല്ലേ. അതെ, ഫീലിംഗ് ആണ്. കാരണം അതുമാതിരി അടിപൊളി ഒരു വ്യൂ ആണ്. ഈ സാധാരണ ഇവിടെ വന്ന് ഈ മേഘം മൂടി കിടക്കും. പക്ഷേ ഇപ്പം മേഘം മൂടിയിട്ടില്ല. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളും കാണാം. ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കിടിലൊരു വ്യൂ കണ്ടിട്ടില്ല. തേനീച്ച. അപ്പോൾ അതാണ് ഈ മേഘമലയുടെ ഡെഡ് എൻഡ് കേട്ടോ. ഇതിനപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ മഹാരാജ മേട് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഡെഡ് എൻഡ്. ഇതിനപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല.
മേട്ടിലിരിക്കുവാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം ഈ മേഘമലയ്ക്ക് വരുന്നവർ ഇവിടെ തീർച്ചയായിട്ടും വരണം. ഇതാണ് മേഘമലയിലെ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ്. ഒരു സ്ഥലം എന്ന് പറയാൻ ഇതും പിന്നെ മറ്റേ നമ്മുടെ ഡാം മാത്രമേ ഉള്ളൂ, ഹൈവേവീസ് ഡാം. പക്ഷേ ഡാമിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം അല്ലേ, പല വ്യൂസ് ഉള്ള ഇത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നല്ല മഞ്ഞ് മൂടിയൊരു ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പാണ്. നമ്മൾ എപ്പോൾ വന്നാലും ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ തന്നെയാണ് അല്ലേ. ഇത് നമ്മൾ താഴെ വേറൊരു ക്ലൈമറ്റ് ആയിരിക്കും, നമ്മൾ ഈ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേക്കും ക്ലൈമറ്റ് പെട്ടെന്ന് മാറും. ഇടയ്ക്ക് വെയിലാവും, ഇടയ്ക്ക് നല്ല കോടയാവും, ഇടയ്ക്ക് നല്ല തണുപ്പ് മാത്രമാവും. അടിപൊളി. നല്ല തണുപ്പായിരുന്നു. ഇപ്പൊ വന്നപ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യണില്ല. നല്ല വെയിലുണ്ട്, പക്ഷെ ഏകദേശം 11:30 ആയി. പക്ഷേ ഇപ്പം താഴത്തെ ക്ലൈമറ്റ് കുറച്ചുകൂടെ അടിപൊളിയാണ് അല്ലേ, ആ വ്യൂ എല്ലാം കൂടെ ചേർന്ന്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം 1-2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ തിരക്ക് കുറവാണ് ഇവിടെ. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിരക്ക് കുറവാണെങ്കിലും നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ വ്യൂ പോയിന്റ്സ്. നമ്മൾ വണ്ടി ഓടിച്ച് വരികയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഓടിക്കുന്ന മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റും, കാരണം ഫുൾ പച്ചപ്പായിരിക്കും. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം, പക്ഷെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാം. പിന്നെ ഫുഡിന്റെ കാര്യം കുറച്ച് പ്രശ്നമാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊരു ഒരു വില്ലേജ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ വലിയ ഹോട്ടൽസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ വീട്ടിൽ കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഹോട്ടൽസ് ഒക്കെ അവൈലബിൾ ആണ്, ചെറിയ ഹോം സ്റ്റേസും അവൈലബിൾ ആണ്. അതെ, അപ്പോൾ അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വരിക. വന്ന് 2 ദിവസം നിന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ആസ് യൂഷ്വൽ നമുക്ക് 1 ഡേ ട്രിപ്പാണ് നമ്മൾ മിക്കതും പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതെ, അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.